മറുനാടൻ മലയാളി ഓൺലൈൻ മാധ്യമ എഡിറ്റർ ഷാജൻ സ്കറിയയെ വാഹനം തടഞ്ഞ് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 5 പേർക്കെതിരെ വധശ്രമം ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി തൊടുപുഴ പോലീസ് കേസെടുത്തു. പ്രതികൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്നും ഇതിൽ 4 പേരെ തിരിച്ചറിഞ്ഞതായും പോലീസ് പറഞ്ഞു. ഇവർക്കായി വീടുകളിൽ ഉൾപ്പെടെ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും കണ്ടെത്താനായിട്ടില്ലെന്ന് പോലീസ് സൂചിപ്പിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6:30 മങ്ങാട്ട് കവലയിലാണ് അക്രമം നടന്നത്. മുതലക്കോടത്ത് വാഹനത്തിൽ പങ്കെടുത്ത് മടങ്ങിയ ഷാജന്റെ കാറിന്റെ അരികിൽ പ്രതികളുടെ വാഹനം മനഃപൂർവ്വം ഇടിപ്പിച്ചായിരുന്നു ആക്രമണം. ഇതറിയാതെ സംഭവിച്ചതാണെന്ന് കരുതി കാർ നിർത്തി ഗ്ലാസ് താഴ്ത്തി നോക്കുന്നതിനിടെ പുറത്തെത്തിയ 5-അംഗ സംഘം ഷാജന്റെ മൂക്കിലും ശരീരത്തും തുടരെ ഇടിക്കുകയായിരുന്നുവെന്നാണ് പരാതി. മൂക്കിൽ നിന്ന് രക്തം ഒഴുകുന്ന നിലയിലായിരുന്നു ഷാജൻ. വിവരമറിഞ്ഞെത്തിയ തൊടുപുഴ പോലീസാണ് ഷാജനെ ആദ്യം ജില്ലാ ആശുപത്രിയിലും തുടർന്ന് സ്മിത മെമ്മോറിയൽ ആശുപത്രിയിലും എത്തിച്ചത്. പരിക്കേറ്റ ഷാജൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഷാജൻ വിവാഹത്തിൽ പങ്കെടുക്കാൻ മുതലക്കോട്ടത്തെത്തിയതറിഞ്ഞ് ആസൂത്രിതമായി വാഹനം പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. സ്ഥിരം അടിപിടിയും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ചിലരുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടത്തിയതാണ് പോലീസിന് ലഭിച്ച വിവരം. ഷാജൻ സ്കറിയെ ഇന്നലെ പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്, BJP നേതാവ് PC ജോർജ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ ആളുകൾ ആശുപത്രിയിൽ സന്ദർശിച്ചു. ഇല്ല